രക്ഷാപ്രവർത്തനം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാതെ പോലീസ്. ആലപ്പുഴയിൽ 2 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോഡിൽ വളഞ്ഞിട്ട് തല്ലിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. സംഭവം നടന്ന് 1 മാസമാകുമ്പോഴും ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചതിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് പോലീസിന്റെ നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നിട്ടും ഒരു തുടർ നടപടിയും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസിൽ പുലർച്ചെ വീട് വളഞ്ഞ് കിടപ്പുമുറിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തതെന്നും ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങി ഗൺമാൻ അനിൽകുമാറും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എസ് സന്ദീപും പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് തല്ലിയ സംഭവം നവകേരള യാത്രയ്ക്കിടെ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പ്രതിഷേധത്തിന് ഇരുവരും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ഇത്തരമൊരു നടപടി ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരുടെ അതിക്രമമെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസും KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഡിസംബർ 28-ന് പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴിയെടുത്തു. എന്നിട്ടും പ്രതികളുടെ കാര്യത്തിൽ പോലീസ് ഉരുണ്ടുകളി തുടരുകയാണ്. ക്രിമിനൽ നടപടിച്ചട്ടം 41A പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന നോട്ടീസാണിത്. പക്ഷേ ഹാജരായില്ല. ഇരുവരും ആ സമയത്തിൽ നാട്ടിലില്ലായിരുന്നുവെന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ തുടർ നടപടി എന്തായി എന്ന് ചോദിച്ചാൽ നോക്കട്ടെ എന്ന മറുപടി മാത്രമാണ് നൽകിയത്. പൊതുസ്ഥലത്ത് ചീത്ത വിളിക്കുക, ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുക, ശരീരത്തിൽ ഗുരുതരമായി മുറിവേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് FIR-ൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കൈപൊട്ടലില്ലെന്ന് കണ്ടെത്തിയതിനാൽ IPC 325 പ്രകാരമുള്ള മുറിവേൽപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി പ്രതിഷേധക്കാർക്കെതിരെ അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടി എടുക്കേണ്ടിയിരുന്നു എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ കൈപ്പൊക്കാൻ ആര് ധൈര്യപ്പെടും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.